സാക്ഷാത്കാരം ജീവിത ആത്യന്തിക ലക്ഷ്യമാകയാൽ അത് നിശ്ചയമായും സർവപ്രകാരത്തിലും നിർവഹിക്കണം. മുകളിൽ പ്രസ്താവിച്ച ഏത് വർണ്ണാശ്രമ ധർമ്മ സമ്പ്രദായത്തിനും ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന എന്നീ 4 പ്രവർത്തനങ്ങൾ പൊതുകർമ്മങ്ങളാകുന്നു. ഈ ജീവിത തത്വ അഭാവത്തിൽ ആർക്കും നിലനിൽപ്പില്ല. ജീവാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ ഈ 4 വിധ ജീവിത തത്വ കർമ്മങ്ങളും ഉൾപ്പെടുന്നു. വിശേഷിച്ചും ആധുനിക സമൂഹത്തിൽ സർവ പ്രവർത്തനങ്ങളും ഏറെക്കുറെ ശ്രവണ കീർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മാനവ സമൂഹത്തിൽ സാമൂഹ്യ പദവിയിലുള്ള ഏതൊരു വ്യക്തിയെയും സത്യമായോ അസത്യമായോ വർത്തമാന പത്രങ്ങൾ പുകഴ്ത്തിയാൽ അയാൾ അധികം താമസിയാതെ പ്രശസ്തരായിത്തീരുന്നു. ചിലപ്പോഴൊക്കെ ഒരു പ്രത്യേക പാർട്ടിയുടെ നേതാക്കളെ ദിനപത്ര പ്രചാരണത്തിലൂടെ പരസ്യപ്പെടുത്തുന്നു. ക്രമേണ അയാൾ അത്തരം പ്രതിഷ്ഠാപന മാർഗങ്ങളിലൂടെ പ്രശസ്തനായി തീരുന്നു. എന്നാൽ അയോഗ്യനായ ഒരു വ്യക്തിയുടെ അത്തരം വ്യാജ ഗുണവർണ്ണന പ്രചാരണങ്ങൾ അയാൾക്കോ സമൂഹത്തിനോ യാതൊരു നന്മയും വരുത്തുന്നില്ല. അത്തരം പ്രചാരണങ്ങൾ താൽക്കാലികമായ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സ്ഥായിയായ ഏതൊരു ഫലവും ഉളവാക്കുന്നില്ല. ആകയാൽ അത്തരം പ്രവർത്തനങ്ങൾ സമയം പാഴാക്കലാകുന്നു. പ്രത്യക്ഷമായ സർവ്വതും സൃഷ്ടിച്ച പരമദിവ്യോത്തമ പുരുഷനാണ് ഗുണവർണ്ണനം ചെയ്യേണ്ടുന്ന യഥാർത്ഥ പൊരുൾ. ഈ ഭാഗവത ഗ്രന്ഥത്തിന്റെ ജന്മാദ്യസ്യ എന്ന ശ്ലോകാരംഭം മുതൽ ഈ സത്യത്തെ സവിസ്തരം പ്രതിപാദിക്കുന്നു. മറ്റുള്ളവരെ പ്രശംസിക്കാനും അത് ശ്രവിക്കാനുമുള്ള പ്രവണതയെ പരമാത്മാവിന്റെ യശ പ്രഖ്യാപനത്തിലേക്ക് തിരിച്ചുവിടണം. അങ്ങനെ ചെയ്താൽ അത് ഏവർക്കും സന്തോഷം പ്രദാനം ചെയ്യും. ഹരേ കൃഷ്ണ. ഹരിബോൾ. പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. പ്രഭുജി ആൻഡ് മാതാജീസ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപധാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതവനകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗൃജാതം സഗഗന രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗന ലളിത ശ്രീ വിശാഖാനിതം സായി. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ गोपेश गोपिका कांत राधा कांत नमस्ते सप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वंशकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणी. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. तस्मादेकेन मनसा भगवान् सत्त्वदम्पतिः श्रोतव्य कीर्तव्यश्च देयः पूज्यश्च नित्यदा. The English translation: therefore, with a one-pointed attention, one should constantly hear about, glorify, remember, and worship the super personality of Godhead, who is the protector of his devotees. ഹരേ കൃഷ്ണ. ഇതില് ഡിവൈനിറ്റി ആൻഡ് ഡിവൈൻ സർവീസസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനകത്ത് കണ്ടിന്യൂസ് ശ്ലോകത്തിലാണ് സൂത് ഗോസ്വാമി ഈ പറഞ്ഞ കാര്യങ്ങളെ പറയുന്നത്. അതായത് വിത്ത് വൺ പോയിന്റഡ് അറ്റൻഷൻ എന്നാ പറയുന്നത്. ഇതേ ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. നാം ചെയ്യോ അവ്യഭിചാരേണ ഭക്തിയോഗേന. അവ്യഭിചാരം, അതായത് വൺ പോയിന്റഡ് ലൈഫ്. വേറെ ഒരു തരത്തിൽ നമ്മളുടെ മനസ്സ് പോകാതെ, വേറെ ഒന്നിലും കേന്ദ്രീകരിക്കാതെ ഒറ്റ മനസ്സോട് കൂടി എന്ന് പറയും. ഇതാണ് ഈ ശ്ലോകത്തിൽ ഒരു പ്രധാനമായ ഒരു പോയിന്റ്. വൺ മനത്തോട് കൂടി. അടുത്തത് വൺ ഷുഡ് കോൺസ്റ്റന്റ്ലി ഹിയർ അബൌട്ട്. കോൺസ്റ്റന്റ്ലി നിരന്തരമായി പറയുന്നത്. അതിനുശേഷം പറയുന്നത് നിരന്തരമായി. അതിനുശേഷം വരുന്നത് ഒരു സെക്കൻഡ്. നിരന്തരം കേൾക്കുകയും പ്രകീർത്തിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ്.
അപ്പൊ നമ്മളുടെ ഈ ലൈഫിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം ഇല്ലെങ്കിൽ ധർമ്മം, അതിനെയാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ നമുക്ക് സുധഗോസ്വാമി വഴി പറഞ്ഞു തരും. എല്ലാവരും ആലോചിക്കും, ഞാൻ എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നതിനാണ് ക്ലിയർ ആൻസർ ആണ്. അതിനാൽ ഏകമുഖ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ടത് ഏകമുഖ ശ്രദ്ധ, അതായത് വിത്തൗട്ട് ഡീവിയേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് ചേഞ്ചിങ്, വേറെ തരത്തിൽ ഒരിടത്തും മാറ്റമില്ലാതെ ഭഗവാനെ പ്രകീർത്തിക്കണം. എങ്ങനെ പ്രകീർത്തിക്കണം എന്ന് പറയുന്നത് നിരന്തരം കേൾക്കണം. അതായത് നമ്മളുടെ ഭഗവാനെ കുറിച്ചുള്ള കഥകളും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ പ്രാർത്ഥനകളും ഭക്തന്മാരുടെ മഹത്വങ്ങളും ഇതെല്ലാം നിരന്തരം കേൾക്കണം എന്നാ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസങ്ങളിൽ, ഇന്നത്തെ തലമുറയിൽ ഒരുപാട് കാര്യങ്ങൾ നിത്യേന കേൾക്കുന്നുണ്ട് അല്ലെ, പലതരത്തില്. ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് ന്യൂസസ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മള് എല്ലാവരും ഇന്ന് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഓരോരോ സോഷ്യൽ മീഡിയയും ഉപയോഗിക്കും. ഇതിലെല്ലാം ഓരോ തരം പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം എന്താണെന്ന് വെച്ചാല് ഭൗതികമായ കാര്യങ്ങൾ. ആലോചിച്ച് നോക്കണം. ആ ഇന്നലെ എടുത്ത ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒരു വാട്സാപ്പിലെ മെസ്സേജ് ഇന്ന് അത് റിപ്പീറ്റ് ചെയ്യില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ഏത് പേപ്പർ ആയാലും. ഇപ്പൊ ന്യൂസ് പേപ്പർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്ത് ഇന്ന് നോക്കിയാൽ ഇന്നത്തെ വാർത്തകളെല്ലാം പുതിയതാണ്. കാരണം മാറിക്കൊണ്ടേയിരിക്കും. ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു അതിശയം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ. കാരണം ഇത് ഭൗതിക ലോകമായതുകൊണ്ട് ഇവിടെ മാറ്റം, ചേഞ്ചസ് ഓൾവേസ് ഹാപ്പൻസ്. അപ്പോ നമ്മള് പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. മാറ്റം വരുന്നു. നമ്മള് 10 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നതാണോ നമ്മള്? ഇല്ല. നമ്മളുടെ പ്രായം മാറി, നമ്മളുടെ ശബ്ദം മാറി, നമ്മളുടെ ശരീരഘടനകൾ മാറി, നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റമുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ തോട്ട് പ്രോസസ്സ് മാറ്റം ഇല്ലാത്തവരും ഉണ്ടാവും ചില പ്രോസസ്സിൽ. ബട്ട് കൂടുതലും മാറ്റം വന്നുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രായമായി, അല്ലെങ്കിൽ നമ്മൾ ഉയർന്നു, അല്ലെങ്കിൽ വളർന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ട് പല സമയങ്ങളിലും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും, അലേർട്ട് ചെയ്തേണ്ടിരിക്കും. കാരണം നമുക്ക് ഇനി എത്ര നാള് എന്നുള്ളത് കൗണ്ടഡ് ഡേയ്സ് ആണ്. എത്ര നാളെ നമ്മൾ ഇവിടെ ഉണ്ടാവും, ഈ ഭൂലോകത്തുണ്ടാവും, ഈ ഭൂമുഖത്തുണ്ടാവും എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ ഐഡിയ ആയിട്ടുള്ളത് ഇന്നാണ്. ടുഡേ ഈസ് ഇൻ അവർ ഹാൻഡ്, ടുമോറോ നെവർ കംസ് എന്ന് പറയും പോലെ ഇന്ന് മാത്രമേ നമ്മൾ. അപ്പോൾ ഈ ഇന്നേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഭൗതികമായ ശക്തിക്ക് വേണ്ടിയാണോ, ഇല്ലെ ആത്മീയമായ ശക്തിക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുതിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യും? ഇന്ന് കുറെ പ്ലാൻസ്, അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ജോലികൾ തീർക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യണം. അതുപോലെ നമ്മളുടെ ഭക്തിയുടെ കാര്യം, അതായത് ശാശ്വതമായ, അതായത് പറയുന്ന ഏകമുഖ ശ്രദ്ധയോടെ ഭക്തരുടെ സംരക്ഷകനായ ഭഗവാൻ, ഭക്തരുടെ സംരക്ഷകൻ, ഈ വാക്ക് ഭയങ്കര പ്രധാനമാണ്. അപ്പൊ നമ്മളുടെ എല്ലാം നാഥനായ പരമദിവ്യോപകൃഷ്ണനായ കൃഷ്ണനെ ഇന്നേ ദിവസം ഞാൻ എങ്ങനെ സേവിക്കും എന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ട്? ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് ഓരോരുത്തർ ആലോചിച്ചു നോക്കും. എവറി ഡേ മോർണിംഗ് നമ്മൾ ഇന്ന് ഓഫീസിൽ പോകണം, ഇന്ന് ഈ ടാസ്ക് തീർക്കണം, ഇന്ന് ഇയാളെ മീറ്റ് ചെയ്യണം, ഇന്ന് ഇത്രയും ജോലികൾ തീർക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഭഗവാനെ സംബന്ധിക്കുന്ന, ഇല്ലെങ്കിൽ ഭഗവാന് സന്തോഷം ഉണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ ഭഗവാന് എന്താ പറയാ, ഭഗവാന് ആനന്ദം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യാം. നമുക്ക് ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയോ? എനിക്ക് ഇന്ന് ഭഗവത്ഗീത ഒരു ചാപ്റ്റർ വായിക്കണം, ഭാഗവതം 2 ശ്ലോകം വായിക്കണം, ഇന്ന് ഒരു ലെക്ചർ കേൾക്കണം, ഇന്ന് 2 ലെറ്റേഴ്സ് വായിക്കണം, ഇന്ന് ശില പ്രഭുപാദയുടെ ബുക്ക് വായിക്കണം, ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം എന്ന് നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്യാറുണ്ടോ? നമ്മൾ കുറച്ച് റൊട്ടീൻസ് ചിലപ്പോൾ രാവിലെ എഴുതി നാമജപം തീർക്കുമായിരിക്കും, ഇതൊരു ഭാഗമായിട്ട്. എന്നാലും നമ്മൾ ഇവിടെ നിരന്തരം എന്ന് പറഞ്ഞതിന്റെ പ്രാക്ടീസിനെയാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്.
നിരന്തരം എങ്ങനെ വരിക? അതിനെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുമ്പോഴേ നിരന്തരമുള്ളൂ. ഇപ്പൊ ജപിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറച്ചു നേരം ഏതെങ്കിലും ഒരു സമയത്ത് തീർക്കുക എന്നുള്ളതേ. പക്ഷെ അതിന് പകരം നമ്മൾ ഓരോ നിമിഷവും ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ ടൈറ്റ് ഷെഡ്യൂൾ ആക്കണം. ടൈറ്റ് ഷെഡ്യൂൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോഴേ നമുക്ക് ആ ഒരു ഉത്സാഹം വരത്തുള്ളൂ, നമുക്ക് ആ ഒരു പ്രാധാന്യം കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുള്ളൂ. ഇന്നിപ്പോ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് നമ്മളുടെ വൈദ്യുതിയുടെ ബില്ല് അവസാന ഡേറ്റ് ആണ്, ഇന്ന് അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ടാവും എന്നൊരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ എന്തായിരിക്കും നമ്മളുടെ അർജൻസി? ഇന്ന് നമ്മൾ എന്ത് വില കൊടുത്തും 9 മണിക്ക് ഓഫീസ് തുറക്കുമ്പോൾ നമുക്ക് പോയേ പറ്റൂ എന്ന് നമ്മൾ ഫിക്സ് ചെയ്യാറ്. ഇങ്ങനെ ഓരോന്നിനും ഒരു ഡെഡ് ലൈൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു അർജ് ഉണ്ടാവും, ഒരു ഉത്സാഹം വരും, ഇല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഡിവോഷനിൽ നമ്മൾ ആ ഒരു അർജ് എടുക്കണം. നമ്മൾ അതിനെ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റൊട്ടീൻ, ഇതിന് വലിയൊരു പ്രാധാന്യം പലപ്പോഴും കഴിഞ്ഞു. അത് എപ്പോഴും പറയും, നമ്മൾ നാമജപം പോലും ചുമ്മാ ഇരുന്ന് വെറുതെ ഇരുന്ന് ജപിക്കലാവരുത്. ആ ഓരോ നാമവും നമ്മൾ ഉരുട്ടുമ്പോൾ ഇല്ലെങ്കിൽ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് പ്രകീർത്തിക്ക് വേണ്ടിയല്ല, ഇത് ഗുരുവിനെ സന്തോഷിപ്പിക്കണം, ഇത് ശ്രദ്ധയോടെ ചെയ്യണം, ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമേ ആ നാമജപത്തിന് കുറച്ചുകൂടി എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. അതിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു റൊട്ടീൻ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, പകുതി ഉറക്കം, പകുതി അശ്രദ്ധ, ഇതെല്ലാം നാമാപരാധത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ മാറ്റാൻ പോലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഇറ്റ് ഈസ് നോട്ട് എ കുറ്റമായിട്ടല്ല ഇവിടെ നമ്മൾ പറയുന്നത്, ഇത് നമുക്ക് ഓർമ്മപ്പെടുത്തൽ മാത്രമേ. ഇതെല്ലാം എനിക്കും ബാധകമാണ്, ഞാനും ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ഇതെല്ലാം എനിക്കും, ഇത് ഞാൻ അങ്ങോട്ട് പറയുന്നതല്ല, ഇത് എന്നോട് തന്നെ പറയുന്ന കാര്യമാണ്. അതിനെ ഞാൻ നമ്മളുടെ ഭക്തന്മാരോട് കൂടി പങ്കുവയ്ക്കുന്നെന്ന് മാത്രം. അപ്പൊ നമ്മളുടെ ലൈഫിനകത്ത് ഈ പറഞ്ഞ ചിട്ടകളെ നമ്മൾ എപ്പോഴും പുനഃപരിശോധിച്ചു കൊണ്ടേയിരിക്കും. എത്രത്തോളം പുനഃപരിശോധിക്കാമോ അത്രത്തോളം നമുക്ക് വിജയം സുനിശ്ചിതമാണെന്ന് പ്രഭുപാദർ പറയുന്നു. ഡിവോഷണൽ സർവീസിൽ ഇന്റൻസിറ്റി വേണം, അതായത് വ്യഗ്രത, തീവ്രത വേണം എന്ന് പറയും. ആ തീവ്രത വരാനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്താണ്? നമ്മളുടെ നാമജപം. അതിനെയാണ് ഈ ശ്ലോകത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ഭഗവാന്റെ മഹത്വത്തെ നിരന്തരം നമ്മൾ ഒരു കാര്യത്തിൽ എപ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അട്രാക്ട് ആവുന്നത്, ഇല്ലെങ്കിൽ അതിലെ പരിപൂർണത വരുന്നത്? അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളുടെ വേൾഡ് ക്ലാസ് പ്ലെയർ ഉണ്ട്, അതായത് റണ്ണിങ് റേസ് പ്ലെയർ ഉസൈൻ ബോൾട്ട് എന്ന് എല്ലാവരും കേട്ട് കാണും. ആ ഉസൈൻ ബോൾട്ട് ഒരു ദിവസം രാവിലെ ആ പറഞ്ഞ ഒളിമ്പിക് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടാണോ ഓടിയത്? അല്ല. അദ്ദേഹം ആ ഒരു ഇത്ര വർഷം, ഈ ഒളിമ്പിക്സിനുള്ള 5 years ആണ് ഇപ്പോൾ, ആ അത്രയും വർഷം അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു, ഒരു ദിവസം വിടാതെ പരിശ്രമിച്ചുകൊണ്ട്. ആ പരിശ്രമത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒളിമ്പിക്സില് ഗോൾഡ് മെഡൽ കിട്ടിയത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ പരിപൂർണത എങ്ങനെ വരും? നിരന്തരമായ പരിശ്രമത്തിലൂടെ വേണം നമുക്ക് കൃഷ്ണഭക്തിയിൽ മുന്നേറാൻ, ഇല്ലെങ്കിൽ പ്രേമഭക്തിയിൽ നമ്മൾ എത്തിച്ചേരാൻ. അതിന് നമ്മൾ നിരന്തര പരിശ്രമം വേണം. അതിനെയാണ് ഇവിടെ പറയുന്നത്, ഭഗവാനെ നിരന്തരം കേൾക്കണം. അത് കഴിഞ്ഞ് എന്ത് കേട്ടാൽ മാത്രം പോരാ, പ്രകീർത്തിക്കണം, നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണം ഭഗവാൻ. നമ്മൾ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാം? പ്രയേഴ്സ് പാടാം, ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളെ ഭക്തജനങ്ങൾക്ക് ചർച്ചയിൽ ഭക്തജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാം, ഇല്ലേ ഭക്തജനങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മള് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കേൾക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന് ശേഷം എന്താ പറയുന്നത്? അടുത്തത്, വൺ ഷുഡ് കോൺസ്റ്റന്റ്ലി ഹിയർ അബൌട്ട് ആൻഡ് ഗ്ലോറിഫൈ ആൻഡ് റിമെമ്പർ. ഈ 2 കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഓർമ്മ വരും. ഒന്നിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കണം, അല്ലെ? അപ്പൊ നമ്മളെ ഭക്തിയില് നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഗ്ലോറിഫൈ ആൻഡ് റിമെമ്പർ ആൻഡ് വർഷിപ്പ് മീ. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവേശൈസി യുക്തൈവം ആത്മാനം മത്പരായണ. 9ാം അധ്യായത്തിൽ പറയുന്ന ശ്ലോകമാണ്, അവസാന ശ്ലോകം. അപ്പോ അവിടെയും കൃഷ്ണൻ പറയുന്നത് മനസ്സുകൊണ്ട് എന്നെ ആരാധിക്കുക, എന്നെ ഉള്ളൊഴിഞ്ഞ ആരാധിക്കുക, എപ്പോഴും പ്രണമിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മളുടെ ഭക്തി മുന്നേറത്തുള്ളൂ. ശീല പ്രഭുപാദിന്റെ ഒരു ലെറ്ററിൽ പറയുന്നുണ്ട്, ഒരു ഭക്തൻ ചോദിക്കുന്നുണ്ട്, ആ ലെറ്റർ ഉണ്ട്, ഞാൻ വായിക്കാം.
ലെറ്റർ ജൂൺ 26, 1974, മെൽബൺ. When temple worship might not be required. Srila Prabhupada, if Krishna is everywhere, why do we stress the importance of living a very strict life in temple atmosphere? കൃഷ്ണൻ എല്ലായിടത്തും ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അമ്പലത്തിൽ മാത്രം ഇത്രയും നിയമ നിബന്ധനകളോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു ഭക്തൻ ചോദിക്കാണ് പ്രഭുപാദ്. പ്രഭുപാദിന് റിപ്ലൈ കൊടുത്തു. But have you got the eyes to see Krishna everywhere? നിങ്ങൾക്ക് കൃഷ്ണയെ എല്ലായിടത്തും കാണാനുള്ള കണ്ണ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ചു ചോദിച്ചു പ്രഭുപാദ്. ഭക്തൻ പറഞ്ഞു, നോ പ്രഭുപാദ്. So then you must attention give to temple. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധ അമ്പലത്തിലേക്ക് കൊടുക്കണം. When you got the eyes to see Krishna everywhere, you may not require temple worship. But why do we try to imitate that? You have no eyes to see that. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളുടെ ശ്രദ്ധ അമ്പലത്തിൽ കൊടുക്കണം എന്ന് പ്രഭുപാദ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയും ദൈവം എല്ലായിടത്തും ഉണ്ട്, എന്തിനാണ് ഈ അമ്പലത്തിൽ പോയി ആരാധിക്കണം, അമ്പലത്തിൽ മാത്രം എന്താണ് ഇത്രയും പ്രയോറിറ്റി? അതിനാണ് പ്രഭുപാദ് ഉത്തരം പറയുന്നത്. കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് അതിൽ കാണാനുള്ള കാഴ്ചശക്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മളുടെ ഈ കാഴ്ചശക്തിയെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ പവിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമ നിബന്ധനകൾ ശീല പ്രഭുപാദൻ ഭഗവാനാൽ ശീല പ്രഭുപാദൻ നമുക്ക് തന്നിരിക്കുന്നത്. ആ കാഴ്ച വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എപ്പോഴും സദാ കീർത്തനീയ ഹരി എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ എത്തുന്ന ഭക്തന്മാരുമുണ്ട്. പിന്നെ ഉള്ളത് ഇനിയുണ്ട് ഒരു പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. ഇതിലൊരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. കൃഷ്ണ ഈസ് എ പ്രൊട്ടക്ടർ ഓഫ് ഹിസ് ഡിവോട്ടി. കൃഷ്ണൻ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തന്റെ സംരക്ഷകനാണ്. ഇതിന് ഒരു ഉദാഹരണ സ്റ്റോറി മാത്രം ഷെയർ. ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്. എത്ര കേട്ടാലും ഭഗവാന്റെ കൃതികൾ എത്ര റിപ്പീറ്റ് ചെയ്താലും ഒരിക്കലും അത് ഇതാവുന്നില്ല. എന്താ പറയാ, അതിന്റെ ഒരു ഡെപ്ത് കുറയാറുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ദുര്യോധനനും അല്ലെങ്കിൽ കൗരവരും പാണ്ഡവരുമായിട്ടുള്ള യുദ്ധമായിരുന്നു. ആ യുദ്ധ സമയത്ത് കൃഷ്ണന്റെ അടുത്ത് വരും. കൃഷ്ണൻ ഓൾറെഡി പറയും, എന്റെ കയ്യില് എന്റെ സൈന്യവും എന്റെ ഈ പറഞ്ഞ പോലെ മിലിറ്ററി ഫോഴ്സും ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു വശത്ത് ഞാനാണെങ്കിൽ ആയുധം എടുക്കത്തുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ദുര്യോധനൻ അതിന്റെ ഇപ്രവശം എടുത്തു. മിലിറ്ററി ഫോഴ്സിനെ അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ യുദ്ധം ഫൈറ്റ് ചെയ്യാത്ത അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യാൻ എന്ന് അദ്ദേഹം വിചാരിച്ചു. അതിനുശേഷം അർജുനൻ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങ് യുദ്ധം അങ്ങ് ഫൈറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് നമ്മളെ കൂടെ വരണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു സേവ ഇല്ലെങ്കിൽ ഒരു സർവീസ് ഞാൻ എടുക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ തേരോട്ടാം, തേരാളിയായിട്ട് ഞാൻ ഇരുന്നോളാം. ഓക്കെ. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ ഓരോ ഉച്ചഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പാണ്ഡവ സൈന്യത്തിന് വീഴ്ത്താൻ സാധിക്കുന്നില്ല. ഇപ്പുറത്ത് കൃഷ്ണനുണ്ട്, അപ്പുറത്താണെങ്കിൽ മഹാരഥന്മാരായ വീരന്മാരുണ്ട്, ഭീഷ്മർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ, അങ്ങനെ ഒരുപാട് മിലിറ്ററി ഫോഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ദുര്യോധനന് ഈ രംഗം വളരെ മോശമായി തുടങ്ങി. കാരണം ഇവരുടെ സൈഡ് ശക്തി ക്ഷയിച്ചു തുടങ്ങി. അപ്പൊ നേരെ ഭീഷ്മരടുത്ത് വന്ന് പറയും, അങ്ങേക്ക് അങ്ങയുടെ പുത്രന്മാര് മറ്റേ കൊച്ചുമക്കളോട് ഭയങ്കര ഫേവറാണ്, അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള അവരെ അറ്റാക്ക് ചെയ്യാതെ ഇങ്ങനെ ഒരു മൗനം ഭരിച്ചു, ഇല്ലെങ്കിൽ അതിനൊരു തീവ്രത വരുത്തുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയും. അപ്പൊ ഭീഷ്മർ പറയും, ശരി, നാളെ ഞാൻ ഈ പറഞ്ഞ 5 അമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ 5 അമ്പ് കൊണ്ട് ഞാൻ 5 പേരെയും വീഴ്ത്തും നാളെ. ഇത് പറഞ്ഞപ്പോൾ ദുര്യോധനന് സമാധാനം. ഓക്കെ, വെരി ഗുഡ്, നാളെ എന്തായാലും ഇവര് വീഴും. ഈ കാര്യം ഭഗവാൻ ഹൃദയത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന് എല്ലാം അറിയാം. കൃഷ്ണായി നോസ് എവറിഥിങ്. ഐ ആം ദ സോഴ്സ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡ്സ് എന്ന് കൃഷ്ണൻ ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അല്ല, 10-ാം അധ്യായം 8-ാം ശ്ലോകത്തിൽ പറയുന്ന ശ്ലോകമാണ്. അങ്ങനെ അർജുനനോട് പറയും, അർജുന, നിന്റെ ബുദ്ധി ഇപ്പൊ ഉപയോഗിക്കേണ്ട സമയമാണ്. എന്താണെന്ന് ചോദിക്കും. നിനക്ക് ദുര്യോധനൻ ഒരു വരം തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓ യെസ്, തന്നിട്ടുണ്ട്. ആ വരം നീ ഇപ്പൊ ഉപയോഗിക്കണം. എങ്ങനെ?
അവിടെ പോണം, നാളെ ഭീഷ്മർ നിങ്ങളെ വധിക്കാനായിട്ടുള്ള ആയുധം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ആ അമ്പ് ആ അമ്പ് ഇങ്ങോട്ട് മേടിക്കണം. അങ്ങനെ എന്നും ഇവരുടെ യുദ്ധം പ്രഭാതം മുതൽ സന്ധ്യ വരെ മാത്രമാണ് യുദ്ധം. അത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇന്നത്തെ പോലെ ജന്മവൈര ശത്രുക്കളൊന്നുമല്ല. ഇന്നത്തെ ഒരു ശത്രുത ഇല്ലെങ്കിൽ ഇന്ന് ആൾക്കാർ എടുക്കുന്ന വിധം ഭയങ്കര എന്താ പറയാ വൾഗറാണ്. ഒരുപാട് ആയുഷ്കാലം ഞാൻ മിണ്ടത്തില്ല, ആയുഷ്കാലം അവരെ വീട്ടിൽ പോകത്തില്ല, ഇങ്ങനെയൊന്നും അല്ല. അവിടെ ഇത്രയും വലിയ യുദ്ധം നടന്നപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ചു എന്നുള്ളതാണ്. പ്രഭാതം സൂര്യ ഉദയം മുതൽ അസ്തമനം വരെ മാത്രമേ ഇവിടെ യുദ്ധം. അത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ എല്ലാ ക്യാമ്പ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പുറത്ത് ദുര്യോധന്റെ പക്ഷം ഇവര് പോകും, ഇവരുടെ പക്ഷം അവര് വരും. അങ്ങനെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്ഷിപ്പും ആ സമയത്തുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ സെൻസ് ആ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഈ പറഞ്ഞ അർജുനൻ അവരുടെ വീട്ടിലോട്ട്, അവരുടെ ആ ഒരു സായം സന്ധ്യയിലോട്ട് അവരുടെ കവാടത്തിലേക്ക് പോവുകയും ദുര്യോധനം വേണ്ട വിധം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് കുശലം അന്വേഷിച്ചിട്ട് എന്ത് വേണം, വാട്ട് കാൻ ഐ ഡു ഫോർ യു, ഞാൻ എന്താ സഹായിക്കേണ്ടത്. അപ്പൊ അർജുനൻ പറയും, പ്രഭു അങ്ങ് എനിക്ക് ഒരു വരം തന്നിരുന്നു. യെസ്, എനിക്കറിയാം, വരം തന്നിരുന്നു. എന്താ വേണം, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇതുപോലെ ആ 5 അമ്പും കിട്ടാറ്. വളരെ സിമ്പിൾ ആയിട്ട് പറയും. ദുര്യോധനൻ അപ്പൊ വേറെ ഒരു ചർച്ച പോലും ചെയ്യില്ല. അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ തന്നെ ഈ 5 അമ്പ് കൊടുത്തു വെച്ചു. അതോടുകൂടി ദുര്യോധനൻ തളർന്നു. ഷോ ഞാൻ ദുര്യോധനൻ വെറുതെ പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്നത് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ. പക്ഷെ അത് ഞാൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ വരികയും അതിനെ ഇവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോ ഈ സംഭവം ഭീഷ്മദേവരുടെ അടുത്ത് വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. നാളെ എന്തായാലും കൃഷ്ണ ആയുധം എടുക്കില്ല, കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇവരെ വേണ്ട വിധം ഇത് ചെയ്യാം എന്ന് ദുര്യോധനന് വാക്കുകൊടുക്കും. എന്നിട്ട് നാളെ ഭയങ്കരമായ ഫൈറ്റ് നടക്കും. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷ്മരുടെ സർവശക്തിയും ഇല്ലെങ്കിൽ ആയുധ കലയും എല്ലാം എടുത്ത് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അർജുനന്റെ തേരിലോട്ട് ഒരു അമ്പ് എഴുത്, ആ തേര് തവിട് പൊടിയാവും. അടുത്തതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്ത് വില കൊടുത്തോ അടുത്ത അസ്ത്രം എടുത്ത് അദ്ദേഹത്തിനെ വധിക്കും എന്നുള്ള ഇത് അദ്ദേഹം ഭീഷ്മര് പറയുകയുണ്ടായി. ഈ സമയം കൃഷ്ണൻ കേട്ടിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഇതെടുത്തിട്ട്, ആ പറഞ്ഞ വീലെടുത്തിട്ട്, ഇദ്ദേഹത്തിന്റെ വീലെടുത്തിട്ട് ഭീഷ്മരെ വധിക്കാനായിട്ട് പോകും. അല്ലെങ്കിൽ ഭീഷ്മരെ സ്റ്റോപ്പ് ചെയ്യും, തടുക്കും. അപ്പോ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഭഗവാൻ എടുത്ത ഒരു തീരുമാനം ഇമ്മോറൽ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇമ്മോറൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയെ അദ്ദേഹം ബ്രേക്ക് ചെയ്യും. ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ വാക്കിനെ അദ്ദേഹം മാറ്റും. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. ഒരു ഭക്തന് വേണ്ടി, ഒരു ഭക്തനല്ല, രണ്ടുപേരും ഭക്തരാണ്. ഭീഷ്മരും ഭക്തരാണ്, അർജുനനും ഭക്തരാണ്, സുഹൃത്തുമാണ്. അപ്പൊ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം പ്രതിജ്ഞയെ വരെ മറന്നു. അപ്പൊ ഭീഷ്മരും ഇത് ഉള്ളുകൊണ്ട് മനസ്സിലാക്കും, ഭഗവാന്റെ ഈ ഒരു ഇന്റൻഷൻ, ഭഗവാന്റെ താല്പര്യത്തെ. അതിന് അദ്ദേഹത്തിന് ഒരു തെറ്റുമില്ല. കുഴപ്പമില്ല, ഞാൻ തോൽക്കാനും തയ്യാറാണ്. അതേസമയം ഭക്തനായ അർജുനന് ഇതിന്റെ ഡെപ്ത് അറിയില്ല. പക്ഷെ ഇന്റേണലി കൃഷ്ണൻ ഇവരെ എല്ലാരെയും, രണ്ടുപേരെയും ഒരേ സമയം സംരക്ഷിക്കാൻ മുതിർന്നു എന്നുള്ളതാണ് ഇതിൽ. അപ്പോ പറഞ്ഞു വന്ന സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇത് കേട്ട സ്റ്റോറി തന്നെയാണ്. ഞാൻ പറയുന്നതിന്റെ പ്രാധാന്യം വേറെ ഒന്നുമല്ല. ഭക്തനെ ഏത് സമയത്തും കൃഷ്ണൻ രക്ഷിക്കും. കാരണം എന്തുകൊണ്ട് ഭഗവാൻ അർജുനനെ കൊണ്ട് അത് പറയിച്ചു എന്നുള്ളതാണ്. നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ അർജുനനെ കൊണ്ട് പറയിച്ചു എന്ന് വെച്ചാല്, ഭഗവാൻ പറഞ്ഞാൽ ഈ ചിലപ്പോ ഇതുപോലെ മാറിപ്പോകും. ഇല്ലെങ്കിൽ ഭഗവാൻ പല സിറ്റുവേഷനിലൊക്കെ ചിലപ്പോ വാക്കുകളെല്ലാം മാറ്റി പറയാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു ഭക്തൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. അതാണ് പോയിന്റ്. ഒരു ഭക്തൻ പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുക്കും. നമ്മേ ഭക്തൻ പ്രണശ്യതി, നീ ഈ ലോകത്തോട് വിളിച്ച് പറയൂ അർജുന എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് നമ്മൾ ആദ്യം അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം. നമ്മളുടെ ജീവിതത്തിലും നമ്മളെ രക്ഷിക്കും, ഏതൊരവസ്ഥയിലും രക്ഷിക്കും. നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ ഭക്തിയിലുള്ള രുചി വരാത്തതിന് ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസം ഇല്ല എന്നുള്ളത്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് പറയുന്നത്, അവ്യഭിചാരേണ, ഒരു തരത്തിലും നമ്മൾ ഇടതടവില്ലാതെ നമ്മൾ ഭഗവാനെ അട്ടിയുറച്ച് ചെയ്യുക. അതായത് അവശ്യം രക്ഷിബോ കൃഷ്ണ, രൂപഗോസ്വാമി പറഞ്ഞൊരു വേർഡാണ്. അപ്പൊ നമ്മൾ അതിൽ അടിയുറച്ചിരുന്നാൽ നമ്മളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും. അതിനകത്ത് മാറ്റമില്ല. ഇപ്പോഴും കൃഷ്ണനാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകും.
നമ്മൾ എപ്പോഴാണോ ഒരു ഭക്തനാകാൻ ശ്രമിക്കുന്നത് ആ നേരം മുതൽ ഭഗവാനാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഞാനായിരിക്കും എന്റെ കഴിവ് കൊണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ കർമ്മം കൊണ്ട്. ഒന്നുമല്ല. ഭക്തന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഡിസൈൻ ചെയ്യുന്നത് കൃഷ്ണൻ തന്നെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന സാധന എന്താണോ, നമ്മളുടെ നിത്യജീവിതത്തിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കറിയാം. എന്നിരുന്നാൽ കൂടിയും പല കാര്യങ്ങളും നമുക്ക് നന്നായി പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ കഴിവ് കൊണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. നമ്മൾ ഇത്രയും ചെയ്യാതെ കൃഷ്ണൻ നമ്മളെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ശുദ്ധഭക്തി അല്ലെങ്കിൽ പ്യുവർ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ ആ ഭഗവാൻ നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പൊ തന്നെ എല്ലാ വിധത്തിലും പല പല ദുർഘട ഘട്ടങ്ങളിൽ നിന്നും കൃഷ്ണനാണ് നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര ഡിവോഷൻ ചെയ്യുന്നു, നമ്മളുടെ പെർസെന്റേജ് ഓഫ് ഡിവോഷൻ എത്രയുണ്ട് കൃഷ്ണനോട്, വളരെ 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 ചെറുതാണ്. 24 മണിക്കൂറിൽ നമ്മൾ എത്ര നേരം ഭഗവാനെ സ്മരിക്കുന്നത് വെച്ചാൽ മേ ബി മിനിമം കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സമയവും നമ്മൾ ഭൗതികമായും നമ്മളുടേതായ ജോലികളും കാര്യങ്ങളും മാത്രമാണ് ചെയ്യും. പക്ഷെ അതല്ല, ആ ഒരു അവസ്ഥയിൽ പോലും കൃഷ്ണൻ നമ്മളെ സംരക്ഷിക്കുമ്പോൾ, നമ്മളൊരു ശുദ്ധ ഭക്തനായിരുന്നാൽ, ശുദ്ധ ഭക്തനായാൽ, ശുദ്ധ ഭക്തനാകാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ഒരു പർപ്പോട്ടിനകത്ത് പറയുന്നത്. ഏതൊരു ക്ലാസ്സിലുള്ള ആൾക്കാർക്കും മേലെ പോകാം, ഏതൊരു ക്ലാസ്സിലുള്ള ആൾക്കാർക്കും ഉയർന്നു വരാം എന്ന് ഈ പർപ്പോട്ടിൽ പറയുന്നുണ്ട്. ചില പ്രഭുപാദര് ഇവിടെ ഒരു ലൈൻ പറയുന്നുണ്ട്. Any man from any social status became a well-known man in human society within a very short time. അപ്പോ ഇന്നത്തെ ഭൗതിക ലോകത്ത് നമ്മളെല്ലാം നമ്മളെ ആരാധിക്കാനും പ്രകീർത്തിക്കാനും വേണ്ടി പോകും. പക്ഷേ അതെല്ലാം ശാശ്വതമല്ല. ഇന്നുള്ള നമ്മളുടെ സോഷ്യൽ ലീഡേഴ്സ്, സാമൂഹിക, സാംസ്കാരിക, ഇവരെല്ലാം മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നരേന്ദ്രമോദിജിയെ എല്ലാവരും പ്രകീർത്തിക്കുന്നു, നാളെ മോഡിജിക്ക് ശേഷം വേറെ ആളെ പ്രകീർത്തിക്കും. ഈ മാറ്റം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ശാശ്വതമായ പ്രകീർത്തിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മളുടെ ഒരേ ഒരു ധർമ്മം കൃഷ്ണനെ പ്രകീർത്തിക്കുക. ഇന്നും നമ്മൾ നോക്കിയാൽ അറിയാം, ഓരോ ഭക്തന്മാരെയും എത്രയോ വർഷങ്ങൾക്ക് ശേഷവും പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? അവരെ യഥാർത്ഥത്തിൽ സേവിച്ചത് എല്ലാത്തിന്റെയും ആരാധനയ്ക്ക് അർഹനായ അല്ലെങ്കിൽ പാത്രീഭവിച്ചിരിക്കുന്ന ഭഗവാനെയാണ് അവരെ പ്രകീർത്തിച്ചത്. അതുകൊണ്ട് അവരെയും പ്രകീർത്തിക്കുന്നു. കൃഷ്ണനെ പ്രകീർത്തിച്ചാൽ കൃഷ്ണൻ ആ ഭക്തനെയും പ്രകീർത്തിക്കും എന്ന് പറയുന്നത് ഭാഗവതത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ? ചില പ്രഭുപാദർ ഇപ്പൊ അദ്ദേഹം ഇഹലോഹവാസം വെടിഞ്ഞിട്ട് ഏതാണ്ട് 45 വർഷം കഴിഞ്ഞു. ഇന്നും ശീല പ്രഭുപാദരുടെ പേര് നിരന്തരം നിരന്തരം നമ്മൾ ഓരോരുത്തരും ഉരുവിട്ട് അദ്ദേഹത്തിന്റെ ലീലകളെ സ്മരിച്ച് അദ്ദേഹത്തിന്റെ സേവനത്തെ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനായതുകൊണ്ടാണ്. അല്ലാതെ ഒരു സോഷ്യൽ ലീഡർ ആയിരുന്നില്ല, ഒരു കുടുംബപരമായ വലിയ ഉയർന്ന ജന്മിയായിരുന്നില്ല, ഒരിക്കലുമല്ല. അപ്പൊ നമ്മളുടെ ഇന്ന് ആൾക്കാരെല്ലാം പലപ്പോഴും സ്വന്തം ആത്മതൃപ്തിക്ക് വേണ്ടി പല പല പ്രവൃത്തികളും ചെയ്ത് പ്രകീർത്തി നേടാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് ഏറ്റവും പൊള്ളയായ ഒരു തരമാണ്. അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എപ്പോഴാണോ നമ്മളുടെ യഥാർത്ഥമായ ആരാധ്യ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു, അതിലൂടെ നമ്മളെ ജീവിതവും പ്രകീർത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ പ്രകീർത്തിക്കും എന്ന് വിചാരിക്കുന്നത് ഒഫൻസാണ്. അത് ഒരു തരം. അപ്പൊ ഒരു ഡിവോട്ടി ശീല പ്രഭുപാദരോട് വീണ്ടും ചോദിക്കേണ്ട അതിന്റെ ലെറ്റർ കൂടെ അതും കൂടെ പറഞ്ഞ് നമുക്ക് വി കൻ കൺക്ലൂഡ്. Someone might say, but when he surrendered, why should Krishna give him trouble? നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് കൃഷ്ണൻ വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ തരുന്നത്? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമുക്കുള്ളിൽ പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമാണ്. ശരിയല്ലേ? ആയിരിക്കാം. കാരണം കൃഷ്ണൻ നമ്മളെ സന്തോഷിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കണം എന്ന് പറയുന്നതും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ശീല പ്രഭുപാദ പറയുന്നത്. ഇതാ ഇവിടെ പറയുന്നു, ആ വാക്ക് ഞാൻ ജസ്റ്റ് വായിക്കാം. പ്രഭുപാദ നേരത്തെ ചോദ്യം ഇതായിരുന്നു. someone might say, but if only surrendered, why should Krishna give him trouble? ഇതാണ് ഡിവോട്ടിയുടെ ചോദ്യം. സത്സ്വരൂപ് മഹാരാജ് ചോദിച്ച ചോദ്യം. പ്രഭുപാദ, yes, it is because he is always free. Why do you make Krishna depend on your so-called goodwill? എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ നമ്മളുടെ സംതൃപ്തിക്കായി വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു? That Krishna must give me always pleasure. കൃഷ്ണൻ എപ്പോഴും എനിക്ക് സന്തോഷം തരണം എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇത് നമ്മളുടെ ഒരു ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദാറ്റ് യു അപ്രോച്ച് കൃഷ്ണ ഫോർ യുവർ കംഫർട്ട്. നമ്മൾ കൃഷ്ണനെ ആശ്രയിക്കുന്നത് നമ്മളുടെ എന്താ പറയാ സംരക്ഷണത്തിന് വേണ്ടി.
ദാറ്റ് ഈസ് നോട്ട് ഭക്തി. പ്രഭുപാദ് പറഞ്ഞ വേർഡാണ് ഇത്, ഭക്തിയല്ല. അപ്പൊ ഈ ഒരു കാര്യത്തെ നമ്മൾ, ഇതിന്റെ കുറച്ചുകൂടി ഉണ്ട്, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമുക്ക് കൺക്ലൂഷനിലോട് വരാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഏക മനസ്സോടുകൂടി കൃഷ്ണനെ എപ്പോഴും ആരാധിക്കുക, അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുക, അദ്ദേഹത്തെ കുറിച്ച് സ്തുതിക്കുക, അദ്ദേഹത്തെ എപ്പോഴും നമസ്കരിക്കുക എന്ന് പറഞ്ഞ കാര്യത്തെയാണ് നമ്മളുടെ പ്രഥമ ധർമ്മം. അപ്പോ ഈ പ്രഥമ ധർമ്മം നിർവഹിക്കാനായിട്ടാണ് നമുക്ക് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിരിക്കുന്ന അമ്പലം, സത്സംഗം, നാമജപം, ഭാഗവത പാരായണം, ഇതെല്ലാം നമ്മളെ പവിത്രീകരിക്കാനാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ തീർച്ചയായും നമ്മളെ ഭഗവാൻ രക്ഷിക്കും. രണ്ടാമത്തത്, നമ്മളെ ഓൾറെഡി ഭഗവാൻ രക്ഷിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും കൃഷ്ണനെ കാണണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ കൃഷ്ണന്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഭവപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതിനകത്തുള്ള കൺക്ലൂഷൻ. സോ നമ്മൾ എപ്പോഴും നമ്മളുടെ ഡിവോഷണൽ ലൈഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഡെയിലി രാവിലെ നമുക്കൊരു ചെറിയൊരു പ്രതിജ്ഞ എന്ന് പറയുന്നില്ല, ചെറിയൊരു കമ്മിറ്റ്മെന്റ് എടുക്കാം, ഒരു ഉത്തരവാദിത്വം എടുക്കാം. നമുക്ക് ഇന്ന് ഞാൻ ഡിവോഷണലി ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു ശീലമായി മാറും. ഇല്ലാതെ നാമം ജപിക്കുന്നു, എപ്പോഴെങ്കിലും നാമം ജപിക്കാം, എപ്പോഴെങ്കിലും വായിക്കാം, ഇതൊരു തരത്തിലുള്ള കാര്യമാണ്. പക്ഷെ അതിനെ മാറ്റിക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന വേളയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും എന്ന് നമുക്ക് തന്നെ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം കൃഷ്ണഭക്തിയിൽ കുറെ കൂടെ മുന്നേറുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു റെഗുലേറ്റഡ് ലൈഫ് മാത്രമേ കൃഷ്ണഭക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ. അതെ, പല സ്ഥലത്തും ശീല പ്രഭുപാദ റെഗുലേറ്റഡ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡിസിപ്ലിൻഡ് ലൈഫ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉസൈൻ ബോൾട്ട് ഒരു ഡിസിപ്ലിനായിട്ട് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ്, കഠിന പരിശ്രമം തുടർന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത്ര ഉയരങ്ങളിലേക്ക്, ഭൗതികമായിട്ടാണെങ്കിൽ പോലും അവരുടെ ആ പരിശ്രമത്തെ നമ്മൾ വിസ്മരിക്കരുത്. ആരെയും നമുക്ക് നിന്ദിക്കാൻ അർഹതയില്ല, ആരെയും നമുക്കൊരു എന്താ പറയാ, കമന്റ്സ് പറയാൻ റൈറ്റ്സ്. നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക. നമ്മൾ എത്രത്തോളം ഉയരുന്നു, എത്രത്തോളം നമ്മൾ സർവിയറ്റർ മൂഡ് അല്ലെങ്കിൽ എളിമത്വമായ മനോഭാവം കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അവർ വന്നില്ല, അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇതൊന്നും നമ്മളുടെ ടോപ്പിക് ആവരുത്. നമ്മളുടെ ഏക മനസ്സിൽ കൃഷ്ണനെ പ്രകീർത്തിക്കുക. അതിന് ഏറ്റവും എളുപ്പമായ മാർഗം ഭഗവാന്റെ നിരന്തരമായ നാമജപവും ഭഗവാന്റെ നിരന്തരമായ ലീലകളെ കേൾക്കലും മാത്രമാകുന്നു എന്ന് പറഞ്ഞ ഈ ശ്ലോകം എന്നാൽ കഴിയുന്ന വിധത്തിൽ പറഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് നടത്തുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്, ശില ഗുരുദേവ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് ഭക്തന്മാരാൽ ചേർക്കാൻ സാധിച്ചാൽ സന്തോഷമാണ്. ഹരേ കൃഷ്ണ. ഞാൻ വേഗം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് പ്രഭുപാദിന്റെ ആ ഒരു ഉപദേശം നല്ല നല്ല വിശദമായിട്ട്, നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതായത് പ്രഭുപാദ് എപ്പോഴും പറയുന്ന പർപ്പോട്ടിൽ പല സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു പുനഃപരിശോധന അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന. നമ്മൾ ഭക്തിയിലേക്ക് വന്നതിന് ശേഷം എപ്പോഴും ഒരു ഭക്തൻ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് നമ്മൾ എവിടെ എത്തി, നമ്മുടെ ഭക്തി എവിടെ നിൽക്കുന്നു, നമ്മൾ ഇന്ന് അത് ഒന്നുമില്ലെങ്കിലും നമ്മൾ രാത്രി ആകുമ്പോ കിടക്കുന്നതിന് മുൻപായിട്ടെങ്കിലും ഒന്ന് നോക്കണം. ഞാൻ ഇന്ന് എൻ്റെ ഭൗതിക ശരീരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു, എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. ഇതൊക്കെ ഒരുപാട് പ്രഭുപാദർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് നന്നായിട്ട് പറഞ്ഞു. പിന്നെ പ്രഭുപാദർ പറയുന്നുണ്ട്, ആത്മാവിന് ആനന്ദവും വിശപ്പിന് ആഹാരവും, ഇത് മാത്രമാണ് ഒരു മനുഷ്യന് വേണ്ടത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മൾ ഈ ആത്മപരിശോധന നടത്തി ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ഭക്തന് അതായത് മത്സ്യത്തിന് ജലമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഒരു ഭക്തന് ആരെ കണ്ടാലും ഭഗവാനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ പോയാലും, അതായത് ഒരു ഭക്തൻ എവിടെ പോയാലും ഭഗവാന്റെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടേ വരാവൂ എന്ന് പറയും. ഒന്നുമില്ലെങ്കിൽ ഒരു പിക്ചർ, ഭഗവാന്റെ ഒരു ഫോട്ടോയും. അപ്പൊ ആ തലത്തിൽ നമ്മൾ പാടുന്നു. അത് നന്നായിട്ട് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഇനി ഒരുപാട് പേര് ഹരേ കൃഷ്ണ. നന്ദി, നന്ദി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ ഭക്തന് വേണ്ടി സ്വന്തം വാക്ക് മാറ്റാൻ തയ്യാറായി. അത് ആ സമയത്ത് ഭീഷ്മ ഭഗവാനും അതിൽ സന്തോഷിച്ചില്ലേ പ്രഭുജി? അതും കൂടി ഒന്ന് പ്രഭുജി ഒന്ന് കുറച്ചൊന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ഓക്കെ മദജി. ആ സമയത്ത് ഭീഷ്മർക്ക് മനസ്സിലായി ഇത് നടക്കത്തില്ല, ഇല്ലെങ്കിൽ അർജുനനെ വധിക്കേണ്ടതാണ്. കാരണം കൃഷ്ണൻ ഈ പറഞ്ഞ പ്രതിജ്ഞയെ മറികടന്നുകൊണ്ട് സംരക്ഷിക്കാൻ ഇറങ്ങിയായി. യഥാർത്ഥത്തിൽ ഭീഷ്മർ കാണുന്നത് കൃഷ്ണന്റെ ഒരു വ്യത്യസ്തമായ ഭാവത്തെയുമാണ്. അതായത് രഥാങ്കപാണി എന്ന് ഭഗവാൻ ഒരു പേര് വരുന്നത് ആ രഥത്തിന്റെ വീല് അല്ലെങ്കിൽ രഥത്തിന്റെ ചക്രത്തെ എടുത്ത് ഈ പറഞ്ഞ
ഭീഷ്മരെ ഭഗവാൻ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ ഒരു രംഗം ഭീഷ്മർ യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു എന്നാണ് ഭീഷ്മസ്തുതിയില് ഭാഗവതത്തിലെ 9ാമത്തെ ചാപ്റ്ററിന് വരുമ്പോൾ അതിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ സമയത്ത് അവിടെ ഒരു തോൽവിയല്ല ഇവിടെ കണ്ടത്, ഒരു ഭക്തന്റെ വിജയം തന്നെയാണ് ഭീഷ്മദേവർ കാണുന്നത്. ഭക്തൻ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ഭക്തന് വേണ്ടി കാണിച്ച ആ ഒരു എന്താ പറയാ എടുത്ത ഒരു ഭാവം അല്ലെങ്കിൽ എടുത്ത ഒരു തീരുമാനം യഥാർത്ഥത്തിൽ ഭീഷ്മദേവർ അത് ആസ്വദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഭീഷ്മദേവർ ആ ഭഗവാൻ ആ രഥത്തിലെടുത്ത ഭഗവാന്റെ ഉഗ്രമായ ഒരു കോപമായ ഫേസിന്റെ ആ ചുരുളകളും മുടികളും ഈ കാർകൂന്തലും ഈ പറഞ്ഞ യുദ്ധഭൂമിയിൽ വന്ന പൊടിപടലങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഭഗവാന്റെ രൂപത്തെ അദ്ദേഹം ആ സമയത്ത് ആരാധിച്ച് ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഭീഷ്മർ ആക്ച്വലി അവിടെ തോൽക്കുന്നില്ല, ഒരിടത്തും തോൽവി ഭീഷ്മർക്കില്ല. കാരണം ഭീഷ്മർ അജയനാണ്. ഭഗവാൻ ഇദ്ദേഹത്തെ ഈ ലീലയിൽ ഇങ്ങനെ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭീഷ്മർ ഒരിക്കലും തോൽക്കുകയോ അദ്ദേഹം ഒരിക്കലും എന്താ പറയാ താഴെയാണെന്നോ അതിനർത്ഥമില്ല. ഭഗവാൻ അദ്ദേഹം രണ്ടുപേരെയും ഒരേ സമയം പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളതാണ്. ഭീഷ്മരെയും പ്രൊട്ടക്ട് ചെയ്തു, അർജുനെയും പ്രൊട്ടക്ട് ചെയ്തു. ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്തത് എക്സ്റ്റേണലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇന്റേണലി ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആനന്ദമായ ഭഗവാന്റെ ദിവ്യ ദർശനം അവിടെ അദ്ദേഹത്തിന് കാഴ്ച കൊടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ആ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ മാജിക്ക് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം പ്രഭുജി. നല്ലൊരു ക്ലാസ്, നല്ലൊരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ പോലെ തോന്നണേ. ഹരേ കൃഷ്ണ. സന്തോഷം മാജി. അതെല്ലാം ഗുരു കാരണവന്മാർക്കുള്ളതാണ്. എനിക്കൊരു യോഗ്യതയും അതിനൊന്നുമില്ല. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ഞാനും ഇനി ഒരുപാട് മുന്നേറാനുണ്ട് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പരമാനന്ദ പ്രഭു. പ്രഭു മറ്റേ ഡിവോട്ടി പ്രഭുപാട് ചോദിക്കും, പ്രഭുപാദ് എന്റെ ഭൗതിക വിഭവങ്ങൾ അല്ലെ ഭഗവാൻ എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നില്ല അല്ലെ, അങ്ങനെയല്ലേ ചോദിക്കുന്നത് പ്രഭു? ട്രബിൾ വൈ കൃഷ്ണ ഗിവിംഗ് ട്രബിൾ? ഇത് തന്നെ നമ്മളും ചെയ്യത്തില്ല. ഇപ്പൊ നമ്മള് ഭഗവാന്റെ അടുത്ത് ഇത്രയും വർഷമായിട്ട് നമ്മൾ ചോദിക്കില്ല, ഭഗവാൻ എന്ത് പറ്റി എനിക്കിങ്ങനെ, എന്റെ ലൈഫിൽ ഇങ്ങനെ, എനിക്ക് എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ നമ്മളും ചോദിക്കാറുണ്ട്. തീർച്ചയായും നമ്മൾ അതാണ് ഇവിടെ പറഞ്ഞ ഒരു ഹൈലൈറ്റ് പോയിന്റ്. നമ്മള് യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു ആംഗിളിൽ നോക്കുമ്പോൾ വലിയ തെറ്റില്ല. നമ്മൾ ഭഗവാനോടാണ് ചോദിക്കുന്നത് അല്ലെ, അതിലെന്താണ് തെറ്റെന്ന് നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സ് നമ്മളെ പറയുന്നതും ഇല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ശരിയെന്നുള്ള ഭാവത്തിലാണ് നമ്മൾ പലപ്പോഴും. ഇതിലെന്ത് തെറ്റ്? കൃഷ്ണൻ എന്നെ ആശ്രയിക്കാൻ പറഞ്ഞു, ഞാൻ കൃഷ്ണനെ ആശ്രയിച്ചു, കൃഷ്ണനോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിന്റെ അടുത്ത തലത്തിലേക്ക് ഉയരുമ്പോഴാണ് അതുവരെ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുക. കൃഷ്ണനെ നമ്മളുടെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അതെ, നമ്മളിപ്പം വിചാരിക്കുന്നത് ഭക്തിയിൽ വന്ന ശേഷം ഭഗവാൻ എല്ലാം നമ്മളെ നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം, അങ്ങനെ ഫുൾ വിശ്വാസം കൃഷ്ണനുള്ള വിശ്വാസമല്ല. നമ്മൾ വിചാരിക്കുന്ന ഭഗവാൻ എല്ലാം നോക്കിക്കോളും, നമ്മൾ അങ്ങനെ ന്യൂട്രലിൽ നടന്നാൽ മതി എന്നൊരു മൈൻഡിലാണ് നമ്മൾ ഇതൊക്കെ ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ട് വേറൊരു ആവശ്യം നമ്മളെ, അതായത് നമ്മളുടെ ഭൗതികമായ കാര്യങ്ങളും അദ്ദേഹം നടത്തി തരണമെന്ന് നമുക്കുള്ളിലുണ്ട്. നമ്മൾ പുറമെ പറഞ്ഞില്ലെങ്കിലും നമുക്കുള്ളിൽ എല്ലാം ഈ ഡിസയേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതിന് ഇതിനോട് കണക്ഷൻ ആയിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ പ്രഭുപാദ് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രഹ്ലാദന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ പ്രഹ്ലാദൻ ഭഗവാനോട് എന്നെ വന്ന് രക്ഷിക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലോ, പക്ഷെ ഭഗവാൻ വന്നല്ലോ. അപ്പൊ ഇതായിരിക്കണം നമ്മളെ മൂഡ്. ഇവിടെ പ്രഭു നമുക്ക് അതിൽ പറയുന്ന ആ ലെറ്ററിൽ പറഞ്ഞത്, ആ ലെറ്റർ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പില്. അതിനകത്ത് ഒന്നുമേ ഇല്ല. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കെപ്പോഴും അങ്ങയെ സ്മരിക്കാനും അങ്ങയെ പ്രകീർത്തിക്കാനുമുള്ള ഭാഗ്യം തരുക. ബാക്കി നമ്മൾ എവിടെ ഇരിക്കുന്നു, എങ്ങനെയാണ് കൃഷ്ണഭക്തി ഇല്ലേ, കൃഷ്ണഭക്തി പോലും നമുക്ക് ചോദിക്കണ്ട. നമുക്ക് അങ്ങയെ സ്തുതിക്കാൻ സാധിക്കണം. അത് ഏത് വിധത്തിലായാലും എപ്പോഴും അങ്ങയെ സ്മരിക്കാനുള്ള ഒരു ഭാവം ഇല്ലെങ്കിൽ ഒരു അവസരം തന്നുകൊണ്ടേയിരിക്കുക. അത് കൃഷ്ണഭക്തിയാണെങ്കിൽ അങ്ങനെ മീൻസ് ആ ഭക്തിയുടെ ലെവൽ ഏതാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് തെറ്റുകൾ ഉണ്ട് എന്നുള്ളതിനുള്ള പ്രൂഫാണിത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഗുരു കാരണവർ അല്ലെങ്കിൽ നമ്മൾ ഗുരുജനങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പരിധി അനുസരിക്കാൻ ശ്രമിക്കുക. അതിൽ ശരി എന്താണ് തെറ്റെന്താണെന്ന് അറിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്നു കൃഷ്ണനെ നമ്മൾ രക്ഷിക്കാം, കൃഷ്ണനോട് ആവശ്യപ്പെടാം എന്ന് വിചാരിക്കും. പക്ഷെ പ്രഭുപാദരോട് പറയുന്ന അങ്ങനെ ആവശ്യപ്പെടുന്നത് തെറ്റാണ്. അപ്പൊ നമ്മളെ കാഴ്ചപ്പാട് വീണ്ടും തെറ്റി. അപ്പൊ നമ്മള് ഒരിക്കലും ഒന്നിനെയും പ്രീ ജഡ്ജ് ചെയ്യരുത്.
നമ്മൾ ഇതിനെക്കുറിച്ച് അവരെന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ അക്ഷരപതി അനുസരിക്കുക. ദാറ്റ്സ് ഓൾ. അതായിരിക്കും കൂടുതൽ ഉത്തമം നമ്മുടെ ജീവിതത്തിൽ. വെരി നൈസ് ബ്രോ, അടിപൊളി, നന്നായിട്ടുണ്ട്. അതുപോലെ നല്ല വലിയ റിയലൈസേഷൻ ആണ് ബ്രോ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അതായത് മാതാജി ചോദിച്ചില്ലേ ഭീഷ്മരുടേത്, ആ അതില് നമ്മുടെ ഭീഷ്മ പ്രയറിൽ 37ാമത്തെ ശ്ലോകത്തിൽ അത് ഭീഷ്മർ പറയുന്നുണ്ട്, സ്വനീഗമാമഭാഗായാമത് പ്രതിജ്ഞ ഹൃദാം. അതായത് ശ്ലോകത്തിന്റെ അർത്ഥം ഭീഷ്മർ പറയുന്നത്, എന്റെ ആഗ്രഹം നിറവേറ്റാനായി അദ്ദേഹം ഭഗവാൻ സ്വന്തം ശപഥം പരിത്യജിച്ചുകൊണ്ട് രഥത്തിൽ നിന്നിറങ്ങി ചക്രം എടുത്തുകൊണ്ട് ഉത്തരീയ നിലത്ത് വീണത് പോലും അറിയാതെ ദ്രുതഗതിയിൽ എന്റെ നേരെ സിംഹം ആനയെ കൊല്ലാനെന്ന പോലെ പാഞ്ഞെടുത്തു. അതായത് അത് ഇപ്പൊ നമ്മൾ രണ്ടും പറയുന്നുണ്ട്, അർജുനന് വേണ്ടി എന്നും പറയുന്നുണ്ട്, ഭീഷ്മർ അത് കാണുന്ന ഭീഷ്മർക്ക് വേണ്ടി ആ ശ്ലോകം. അതിന്റെ പർപ്പോട്ട് വായിച്ചാൽ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ മാതാജി, നന്ദി മാതാജി. ആ ഒരു ശ്ലോകം ഞാൻ ഇവിടെ വായിക്കുന്നു. ഹേമ മാതാജിയാണ് ചോദിച്ചിരുന്നത് നേരത്തെ തോന്നുന്നു. അതിനുവേണ്ടി സ്വനീഗമാപാഹായമത്പ്രതിജ്ഞാം ഋതം അധികർത്തും ആവപ്ലതോരതാസ്തു ധൃതരതാചാരണോ ഭയക്ഷലാഗ്ദു ഹരിരിവാഹന്തു ഈവം ഗദോത്തരീയ. ഭീഷ്മദേവന്റെ പ്രയറാണ്. ഒന്നാമത് ഫൈനസ്റ്റ് പ്രയറാണ്, ഫൈനസ്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ വിഷ്ണുപ്രിയമാജി. ഹരേ കൃഷ്ണ. ശരിക്കും നമ്മളൊക്കെ എത്ര കേട്ടാലും മനസ്സിലാവാത്ത മാതിരിയല്ലേ, തിരിച്ചു കേട്ടോണ്ടേ ഇരിക്കുന്നു. പക്ഷെ നമ്മള് തിരിച്ചും ഈ ഇതിൽ ഇന്നിങ്ങനെ ഭൗതികതയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. പക്ഷെ അതിൽ ഒരു പ്രശ്നമല്ല മാജി. ഭൗതികതയിൽ നമ്മൾ എത്ര പോയാലും പ്രശ്നമില്ല, നമ്മൾ തിരിച്ചു വരും. കാരണം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ആ ദിവ്യ നാമം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അതെ അതെ അതെ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നന്ദി. ഭഗവാൻ പറയണ്ടല്ലോ അല്ലെ ഭീഷ്മരോട്, അതായത് ഞാൻ ഭീഷ്മദേവൻ പറയണ്ടല്ലോ അല്ലെ ഭഗവാന്റെ, ഞാൻ ആയുധം എടുപ്പിക്കും ഭഗവാനെ കൊണ്ട്. അതെ അതെ, അതും പറയുന്നുണ്ട്. അങ്ങ് പറഞ്ഞ ആ പ്രതിജ്ഞ ഞാനൊന്ന് പരീക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തോടെയാണ്, അതൊരു സ്നേഹ ബന്ധമാണ് ഭക്തവാനും ഭഗവാനും തമ്മിലുണ്ട്. അപ്പൊ അത്രയും ഒരു മഹാജനാണല്ലോ ഭീഷ്മർ. അപ്പൊ ഭീഷ്മരുടെ തീർച്ചയായും അദ്ദേഹം അജയനാണ്, മരണമില്ല, വിജയം മാത്രമേ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കൽ പോലും അതിനെ ആ പ്രൗഢിയെ കാണിച്ചിട്ടില്ല പുറമെ. ഇല്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ തരത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ വിധത്തിലുള്ള ഭക്തി അല്ലെ. ആ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോഴുള്ള ഭീഷ്മരുടെ ആ ഒരു മനസ്സിന്റെ ഇല്ലെങ്കിൽ അവിടെയും ആ ഒരു യുദ്ധരംഗത്ത് പോലും അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. ആലോചിക്കാൻ പറ്റുന്നില്ല അല്ലെ പ്രഭു, അത്രയും വലിയ. തീർച്ചയായും നമുക്ക് ഒരു ദുഃഖം വരുമ്പോ പോലും ഭക്തിയെ നമ്മള് പലപ്പോഴും മാറ്റിവെച്ച് കളയുന്നു. ഇതെല്ലാം ചെയ്തിട്ടും കൃഷ്ണൻ എന്നെ പരീക്ഷിച്ചു, ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും ദുഃഖം തന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. അതെന്താ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴാ അല്ലെ കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ എന്റെയാണ് പ്രഭു പറയണേ, ഏത് അവസ്ഥയിലാണ് നിക്കണേന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ പ്രഭു സന്മാജി. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് അല്ല, അതായത് ഒരു കാര്യം നമുക്ക് ഇവിടെ നമ്മളൊരു ഭക്തയുടെ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ വൃന്ദാവനേശ്വരി മാതാജി എത്ര ഉത്സാഹിയാണെന്ന് മനസ്സിലായോ? ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മാതാജിയുടെ പോയിന്റ്സ് ഷെയർ ചെയ്യാൻ റെഡിയാണ്. അത്രത്തോളം അഗ്രസീവ് ആണ് ഭക്തി, അത്രത്തോളം ഉത്സാഹിയാണ്. അതിനുശേഷം ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പോയിന്റ് എടുത്തിട്ട് അതിന് അടുത്ത ശ്ലോകം മാതാജി ഭീഷ്മദേവ് പ്രയറിൽ നിന്ന് കൊണ്ടുവന്നു. സോ ഇതൊരു നല്ല നമുക്ക് ലേണിംഗ് പ്രോസസ് ആണ്. നമ്മളുടെ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധ വേണം. അല്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ എല്ലാ ഡിവോട്ടീസിനോടും ദയവായി ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഇതിൽ ആഡ് ചെയ്യണം. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടതിൽ ഇന്നത് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. ഇത് പറയുമ്പോ ആ ഇന്ററാക്ഷൻ കൃഷ്ണൻ ആസ്വദിക്കും. ഭക്തൻ മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീത രമന്തിച്ച. സമയം നോക്കണ്ട, എല്ലാവരും ഒരു കുറച്ച് സെക്കൻഡ്സ് എടുത്താലും മതി. പക്ഷെ കഴിയുന്നതും എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും പങ്കുകൊള്ളൽ നന്നായിരുന്നു. കുറച്ചുപേര് ഇപ്പൊ ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ ഭക്തജനങ്ങൾ അതിലേക്കായി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.
Hare Krishna വേറെ Prabhu. കമന്റ്സ്? യെസ് പ്രഭു. അല്ല ബ്രോ, ഞാൻ പരമാൻ ബ്രോ പറഞ്ഞ പോയിന്റ് ആയിരുന്നു പറയുന്നത്. സെയിം തന്നെയാണ് അത്. അത് അറിയാം അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും അത് സിൻസിയർ ഡെഡിക്കേഷൻ ആണ് എന്നുള്ളതൊരു ഭയങ്കര നോളജ് ആയിരുന്നു. ബ്രോ പ്രഭു, ദിസ് ഈസ് Prabhupada letter bro. വേറെ ഭക്തജനങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല എങ്കിൽ താങ്ക് യു പദം പ്രഭു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിരുന്നു. പദം പ്രഭു പറഞ്ഞ പോയിന്റും വളരെ കറക്റ്റ് ആണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വൃന്ദാവൻ ലക്ഷ്മി മാതാജി പറയുന്ന കണക്റ്റഡ് ശ്ലോകങ്ങൾ വളരെ റിലവന്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. അത് എല്ലാ ക്ലാസ്സിലും മാതാജി പറയാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധ എന്നുള്ള രീതിയിൽ മാതാജി എത്രത്തോളം ഉത്സുകയാണെന്ന് കാണിക്കുന്നുണ്ട്. മാതാജിക്ക് നന്ദി. താങ്ക് യു പദം പ്രഭു. പറയും. ഞാനത് കഥാമറ പ്രവൃത്തി പറയുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച. എങ്ങനെയാണ് മാതാജി ഇത്രയും സ്പീഡിൽ ഈ പോയിന്റ് പിക്കപ്പ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ബ്രോ. ഞാൻ കഥാമറ പ്രവൃത്തി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ മാതാജി കറക്റ്റ് പോയിന്റ് സ്പോട്ട് ചെയ്യും, ആ ശ്ലോകം സ്പോട്ട് ചെയ്യും. അപ്പൊ രമ്യ മാതാജി പറഞ്ഞു ഫ്രണ്ടിൽ ഫുൾ റെഫറൻസ് ആണെന്ന്. ക്ലാസ് എടുക്കുന്ന സമയത്ത്, ക്ലാസ് കേൾക്കുന്ന സമയത്ത് ടേബിളിൽ ഫുൾ റെഫറൻസ് വെച്ചിട്ടാണ് മാതാജി ക്ലാസ് കേൾക്കുന്നത്. ഭയങ്കര ഒരു മാതൃകയാണ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക്സ് മാതാജി. ഹരേ കൃഷ്ണ. ഷീ ഈസ് എ ഗുഡ് ലിസണർ ആൻഡ് ഗുഡ് റീഡർ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ സന്തോഷം കൊണ്ട് ഞാൻ പറയണത്. അതായത് ഞാൻ ഈ വർക്കലയൊക്കെ എത്രയോ വർഷങ്ങൾ താമസിച്ചു. അപ്പൊ എനിക്ക് ഒരു സത്സംഗവും കിട്ടാറില്ല. എന്റെ സത്സംഗം എന്ന് പറയുന്നത് പ്രഭുപാദരുടെ ബുക്ക് മാത്രമായിരുന്നു. അപ്പൊ ഞാനിത് വായിച്ച് അതിലങ്ങ് മുഴുകി. അങ്ങനെ ബുക്കുകളിൽ ഞാൻ എഴുതി വെച്ചു. പക്ഷെ ഞാനൊന്നും ആരുടെയും നിർബന്ധ പ്രകാരമല്ല, എനിക്ക് സ്വയം തോന്നി. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ പുകഴ്ത്തുകയാണെന്നൊന്നും തോന്നരുത്. നമ്മൾ ഓരോ ഡിവോട്ടീസും മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇത് വായിക്കണം, അത് ഇത് ഒന്നുമേ എനിക്ക് കിട്ടാറില്ല. ആകെ എൻ്റെ പുത്രൻ എന്ന് പറയുന്ന, അതായത് ശിക്ഷാഗുരു എന്ന് പറയുന്ന ആ കുട്ടി കൊണ്ടുവരുന്ന ബുക്കുകൾ, അതിങ്ങനെ വായിച്ചിട്ട് കൊടുക്കുമ്പോൾ ചോദിക്കും, മാതാജി ഇത് വായിച്ചു തീർന്നോ? ഞാൻ പറയും ഇത് വായിച്ചു തീർന്നു. അപ്പൊ ഞാനിത് വായിച്ച് എഴുതി വെച്ച് അത് എനിക്ക് മറവി അതായത് നമ്മൾ ഭഗവാന്റെ എന്ത് മറന്നാലും ഭഗവാന്റെത് ഒരിക്കലും മറക്കില്ലെന്നുള്ളതിന് തെളിവ് ഞാൻ തന്നെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവും. ഇത് എടുക്കുമ്പോൾ ഞാൻ മറന്നു പോവുമെങ്കിലും വേഗം ഞാൻ ഇത് വായിച്ച് ഭാഗം എഴുതി വെച്ചതാണല്ലോ, അവ എടുക്കും പറഞ്ഞു തരും. ഹരിബോൽ അതുപോലെ എല്ലാവരും ചെയ്യണമെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും? പ്രഭു സൻ മാതാജി സ്വരാപേക്ഷ കൂടെ ഉണ്ട്. വൈകിട്ട് ചൈതന്യ ചരിതാമൃതം 5 മുതൽ 5:45 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നുകൊണ്ട് മഹാപ്രഭുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഭക്തിയുടെ പലതരത്തിലുള്ള ഭാവങ്ങളും മഹാപ്രഭുവിന്റെ വളരെ മനോഹരമായ ലീലകളെ കുറിച്ചും വളരെ നല്ല മനോഹരമായിട്ട് വളരെ മുതിർന്ന ഭക്തന്മാർ അതിനെ പ്രകീർത്തിക്കുന്നുണ്ട്. ദയവായിട്ട് പറ്റുന്ന എല്ലാ ഡിവോട്ടീസും അതിലും ജോയിൻ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതേ സെയിം ലിങ്ക് തന്നെയാണ്, അതിൽ ദയവായിട്ട് കയറാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നു ക്ലാസ്സില്. പല കാര്യങ്ങളിലും നമ്മൾക്ക് മറവിയിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക്, അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴേ നമ്മൾ സർവീസ് ഇരിക്കുമ്പോൾ കിട്ടാറുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു അനുഭൂതി തോന്നും. നമ്മൾ കുടുംബത്തില് ചെറുപ്പകാലങ്ങളിൽ അച്ഛന്റെ മടിയിലിരുന്ന് കേട്ട കഥകൾ വീണ്ടും തിരിച്ചു കേൾക്കാൻ, നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തിയതിലും അതേ കഥകൾ പറയുന്നത് കേൾക്കുമ്പോഴും, അപ്പം മാതാജി പറഞ്ഞ ആ ഒരു ഉത്കണ്ഠ, ആ ഒരു ഫീലിങ്സ്, അത് എവിടെയാണ് ആ ബുക്ക് ഇരിക്കുന്നത്? ഞാൻ ഒന്ന് ഓടിപ്പോയി എടുത്തോണ്ട് വരട്ടെ. ആ പഴയ ബുക്കുകളൊക്കെ ഒന്ന് ഓടിപ്പിറക്കി എടുക്കാൻ എനിക്കും തോന്നാറുണ്ട്. കാരണം ഇത് അച്ഛൻ അന്ന് പറഞ്ഞു തന്നതാണല്ലോ, ഇത് അന്ന് പറഞ്ഞു തന്നതാണല്ലോ, എങ്ങനെയാണത് പറഞ്ഞു തന്നത്? അതിനോടൊപ്പം മനസ്സിൽ ഇങ്ങനെ അച്ഛന്റെ ആ ഒരു ഫീലിംഗ് വരും. He was really a power in our life and family and everywhere. So once we lose him, then we remember a lot. Very nice, very nice. Also remember Krishna. Also remember to do some service to Krishna. That's what I'm feeling. I was just thinking, when I was a child, I used to hear my grandpa used to tell Narana. I used to think what he keep telling.
But now I am realizing, yes, he was telling at us Narayana, 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 Narayana. That was continuous, it was keep going. That's what I heard. And which Okay, I was fine, not, Maja. I was not knowing what he is telling. Arey, kya baat means what he is keep on telling. Narayana, Narayana, Narayana. It's not a fluent or something which he was keep telling. And അതെനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓ, വെല്ലിച്ചൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ ആയിരുന്നല്ലോ. അച്ഛന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ രാവിലെ ആണല്ലോ എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞാ എഴുന്നേക്കുന്നത്. അതുപോലെ തന്നെ അച്ഛന്റെ മരണശേഷം ആ ഹരിനാമ കീർത്തനം ചൊല്ലി ആ ഞങ്ങളുടെ നാട് മുഴുവൻ അച്ഛനെ ആ പറഞ്ഞു വിട്ട ആ രംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും. സോ ഗ്രേറ്റ് മാജ. അതാ ഭക്തന്റെ ഒരു ഗ്ലോറിയസിനെ ഭഗവാൻ ഇത്രത്തോളം പ്രകീർത്തിക്കുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സ്മരിച്ചു, അതിന് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തു, റിവാർഡ് ചെയ്തു. അതെ, അതുപോലെ നമ്മളെ ലൈഫിലും റിവാർഡ്സ് ഉണ്ടാവും. കൃഷ്ണ വില്ലിങ്, കൃഷ്ണനെ നമ്മളെപ്പോഴും വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ ജസ്റ്റ് സിംപ്ലി സർവിങ്. ദാറ്റ്സ് ഓൾ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് സമയത്ത് പുള്ളി ഡിസപ്പിയർ ചെയ്യാറുണ്ട് മനസ്സിൽ നിന്ന്. അപ്പൊ പുള്ളി കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാവും. ഏതേ നമ്മളെ കളിപ്പിക്കുകയാണ്, ഓടി ഓടി നടക്കുകയാണ്, എവിടെയാണ് മുങ്ങി നടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ പരീക്ഷണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, കൂടുതൽ സ്നേഹമാണ് നമ്മളോടെന്നുള്ളത്. ഹരേ കൃഷ്ണ മാജി ആൻഡ് പ്രഭുസ്. വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ വി ക്യാൻ ക്ലോസ് ദ സെഷൻ ഇവിടെ. ഹരേ കൃഷ്ണ.